ഹായ് കൂട്ടുകാർ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ 35 രൂപ താഴെയുള്ള ഏകദേശം 30 പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്ലാൻസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, അതുപോലെ വീഡിയോയുടെ ലാസ്റ്റും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്യുക കേട്ടോ, ആരും കോൾ ചെയ്യരുതേ. പിന്നെ ഒന്നിൽ കൂടുതൽ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മെസ്സേജ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ്സ് നമ്മുടെ പോർച്ചുലാക്ക പ്ലാന്റ്സ്, നമ്മൾ ടേബിൾ റോസിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മുടെ സിൻഡ്രല്ല വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ പീച്ച് കളർ സിൻഡ്രല്ലയാണ്. ഈ പ്ലാന്റ് ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പീച്ച് കളറിലെ സിൻഡ്രല്ല പ്ലാന്റ്. നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ സിൻഡ്രല്ല വെറൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഒരു സാധാരണ നമുക്ക് 5 തരമുള്ള യെല്ലോ കളറിലെ ടേബിൾ റോസാണ് കേട്ടോ. ഇതും കുറേ പൂ പെട്ടെന്ന് ഉണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ. അടുത്തത് നമ്മുടെ പോർച്ചുലാക്കയുടെ തന്നെ, അത് നമ്മുടെ സിൻഡ്രല്ല വെറൈറ്റിയുടെ തന്നെ വേറൊരു പ്ലാന്റാണ്. ഇത് യെല്ലോയും പിങ്കും കളറും കൂടി ചേർന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുമിച്ച് പൂ നിൽക്കുമ്പോൾ അറിയാമല്ലോ, പല പല ഷെയ്ഡുകൾ ചിലപ്പോൾ പ്ലാന്റിൽ വരും. ഇത് ഞാൻ 3 പ്ലാന്റ് മാത്രം കുത്തിയിട്ടുള്ളതാണ്, പക്ഷെ നിറച്ച് പൂവുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ കൊമ്പുകൾ വരും. അപ്പോൾ ഈ പോർച്ചുലാക്ക പ്ലാന്റ്സിൻ്റെ കട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിൻഡ്രല്ല വെറൈറ്റിയുടെ കട്ടിങ്സ് നമ്മൾ 15 രൂപയ്ക്കും, മറ്റേ രണ്ടാമത് കാണിച്ച പ്ലാന്റിന് 7 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്ത നമ്മളുടെ സ്നോ റോസിൻ്റെ പ്ലാന്റാണ്. സ്നോ റോസിൻ്റെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, എന്നാൽ തീരെ കുഞ്ഞു പ്ലാന്റും അല്ല കേട്ടോ. ആദ്യത്തേക്ക് നമ്മൾ വലിയ പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊരു മീഡിയം സൈസ് പ്ലാന്റാണ്. ഞാൻ ഏകദേശം കൃത്യ സൈസ് കാണിച്ചിട്ട് ഇതൊക്കെയാണ് കേട്ടോ സൈസ്. ഏകദേശം ഈ സൈസ് പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. 25 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് നമ്മളുടെ മോൺസ്റ്റർ ആഡൻസോണിയുടെ പ്ലാന്റാണ്. മോൺസ്റ്റർ ആഡൻസോണിയുടെ നമുക്ക് കുറേ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം ഇതൊക്കെയാണ് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ ഈ കാണിച്ചു വന്നിട്ടുള്ളത്. ഏകദേശം 3 പ്ലാന്റിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു സൈസിലേക്ക് ലീഫ് ഇങ്ങനെ ഈ പാറ്റേണൊക്കെ നല്ലോണം വന്നോട്ട് 15 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്ത നമ്മളുടെ വെള്ളക്കൊന്നയാണ്. വെള്ളക്കൊന്ന സാധാരണ നമ്മൾ ഇടാറുണ്ട്, പക്ഷെ ചിലർ കട്ടിങ് വെച്ച് പിടിപ്പിക്കണമാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങാറില്ല. പക്ഷേ ഇത് കണ്ടോ, കട്ടിങ് വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ എൻ്റെ ഏകദേശം ഒരു കൈപ്പത്തിയുടെ അത്രയുള്ള പ്ലാന്റ് ആയത്, പക്ഷേ ഇതിനകത്ത് മുട്ടിട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന പ്ലാന്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ കട്ടിങ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാവരും ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റാണ്. മുട്ടിട്ട പ്ലാന്റ്സ് 1 2 ഒക്കെയാണുള്ളത്. അപ്പോൾ അത് ആദ്യം പറയുന്നവർക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത്. സാധാരണ നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് 45 രൂപയ്ക്കൊക്കെയാണ്. ഇത്തവണ നമ്മളിത് കൊടുക്കുന്നത് 35 രൂപയ്ക്കാണ് കേട്ടോ. ഒരു 35 രൂപയ്ക്കാണ് വെള്ളക്കൊന്നടി പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് നമ്മളുടെ 4 മണിപ്പൂവാണ്. 4 മണിപ്പൂവിൻ്റെ പിങ്ക് കളറിൽ ഒരു ഡാർക്ക് പിങ്കാണ് കേട്ടോ, ലൈറ്റ് പിങ്ക് കളറുള്ളത് തീർന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ കൊടുക്കുന്ന സൈസ് പ്ലാന്റ്സ് ഉണ്ട്, അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ കാണിച്ചു തന്നത്. ഇതുണ്ട്, ഇതും പിന്നെ ആദ്യം ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചത്, ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ്. എല്ലാത്തിലും എന്തായാലും പെട്ടെന്ന് മുട്ടിടുന്നുണ്ട് കേട്ടോ. അപ്രോക്സിമേറ്റ് സൈസുകൾ മിക്കതിൻ്റെയും കാണിക്കുന്നുണ്ട്. 1 2 3 പ്ലാന്റ്സിൻ്റെ വരെ അപ്രോക്സിമേറ്റ് സൈസ് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ കുത്തിപ്പിടിപ്പിച്ചിട്ട് എല്ലാ പ്ലാന്റ്സും ഒരേ വലുപ്പത്തിൽ തന്നെ വളർന്നു പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ ഇത് നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ബീച്ച് സ്പൈഡർ ലില്ലിയാണ് കേട്ടോ. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഈ കാണിക്കുന്ന പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വെറൈറ്റി ഉണ്ട്. ഇത് 35 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതൊക്കെ പുറത്ത് നല്ല റേറ്റിലുള്ള പ്ലാന്റ്സാണ്. അടുത്തത് നമ്മുടെ പെഡിലാന്തസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നൊരു വെറൈറ്റി ആയിരിക്കുള്ളൂ. ഇതിൻ്റെ കട്ടിങ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, റൂട്ടഡ് പ്ലാന്റും അവൈലബിൾ ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് കുത്തിപ്പിടിപ്പിക്കാൻ പറ്റും. ഇത് നല്ല വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഈ വെള്ള ഷെയ്ഡുള്ളത് നല്ല പിങ്ക് ഷെയ്ഡ് കയറി വരും. ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മദർ പ്ലാന്റ് ആട്ടോ. നമുക്ക് ഒരു സൈഡൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് കൂടുതലായിട്ട് ഈ ലീഫിലേക്ക് വെയിലടിച്ചതുകൊണ്ടാണ്. വെയിൽ കുറവുള്ളത് ഇത് കണ്ടോ, കുറച്ച് പിങ്ക് കളർ മാത്രമായിട്ട് നിൽക്കും. ഒട്ടും വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് വൈറ്റും ഗ്രീനും ആയിരിക്കും. ഇത് അതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് ഒറ്റ കൊമ്പ് കുത്തിയിട്ട് അതിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഒറ്റ കൊമ്പിൽ നിന്ന് തന്നെ നിറച്ചിങ്ങനെ ഹാങ് ചെയ്ത് വരും. ഇതിനകത്ത് വെയിൽ വരുമ്പോൾ ഈ ഒരു ഷെയ്ഡ് വരാറുണ്ട്. നമ്മുടെ വീട്ടിലിട്ടേക്കണതാണ് കേട്ടോ. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റും ഇത്തവണ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അവൈലബിൾ ആണ്. ഇതാണ് കൊടുക്കുന്ന സൈസ് പ്ലാന്റ്. സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പ്ലാന്റ് കുത്തിയാൽ മതി കേട്ടോ. നമ്മൾ കുറച്ചുകൂടി നല്ല ചെറിയ വെയിലിൻ്റെ ഷെയ്ഡൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കയറി വരും കേട്ടോ. ഇതൊക്കെയാണ് കൊടുക്കുന്ന സൈസ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച രണ്ടും ഇത് നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അതായത് ഈ ഹാങ്ങിങ് വെറൈറ്റി, പിന്നെ നമ്മൾ ഈ സാധാരണ കാണുന്നതും അല്ലാതെ നമ്മുടെ പെഡിലാന്തസിന് വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട്, ഇതുപോലെ ഒരു വെരിഗേഷൻസ് വരുന്ന പ്ലാന്റ്. അപ്പോൾ വെരിഗേഷൻസ് മറ്റേ പ്ലാന്റിനും ഉണ്ടല്ലോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ തണ്ടിന്
കണ്ടോ, തണ്ടിലും ഒരു വെരിഗേഷൻ വരുന്നുണ്ട്, സ്റ്റെമ്മിലും. ഇതാണ് ഇതിൻ്റെ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചു തന്നത്. വലിയ പ്ലാന്റ് അല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ലീഫിലുള്ള സെയിം വെരിഗേഷൻസ് നമുക്ക് അതിൻ്റെ തണ്ടിലും കാണാൻ പറ്റും. അത് ഓരോ പ്ലാന്റിനും ഓരോ സ്റ്റെമ്മിനും വ്യത്യാസമായിരിക്കും. ഞാൻ വേറൊരു പ്ലാന്റിൻ്റെ ഇതുപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ മിക്ക പ്ലാന്റ്സിൻ്റെയും ഉള്ള വെരിഗേഷൻസ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ വെരിഗേഷൻസ് കാണിക്കാൻ വേണ്ടി എടുത്ത ഇതാണ് കേട്ടോ. തണ്ടിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വെരിഗേഷൻസ് ഉണ്ട്. ഈ പ്ലാന്റ്സ് ഇത്തവണ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നമ്മളുടെ പെപ്പറോമിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. പെപ്പറോമിയയുടെ ഒരു ഗ്രീൻ കളർ വെറൈറ്റിയാണിത്. ഇത് ഞാൻ വെള്ളം പോലും തൊട്ടിട്ടില്ല എൻ്റെ ലീഫിൽ, പക്ഷെ എന്ത് ഗ്ലേസിങ് ആണെന്ന് നോക്കും. അത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ 2-3 പ്ലാന്റ്സൊക്കെ പ്രിപ്പറേഷന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കണേ. അത് ഇതൊക്കെ നമുക്ക് ലീഫ് സ്റ്റേജ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. വെരിഗേറ്റഡ് വെറൈറ്റി നമ്മളുടെ കയ്യിൽ വളരെ കുറച്ചാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ നമ്മളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അടുത്തത് ഈ ഒരു പെപ്പറോമിയാണ് കേട്ടോ. ഈ 2 പെപ്പറോമിയം തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം വരാതിരിക്കാനായിട്ട് ഞാൻ അടുത്തടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ലീഫ് കണ്ടോ, ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ ലീഫും ഈ ലീഫും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടി പോയിൻറ്റഡ് ആണ്. അപ്പോൾ അടുത്ത് വെച്ച് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം സെയിം ഫോട്ടോസ് തന്നെ ഒരുപാട് പേര് കൺഫ്യൂഷൻ വന്നിട്ട് പിന്നെയും അയക്കാറുണ്ട്. അപ്പോൾ അത് പക്ഷെ വേറെ പ്ലാന്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇങ്ങനെ കാണിച്ചു തന്നെ. അടുത്തത് നമ്മളുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റ് എൻജോയ് പോത്തൂസാണിത്. എൻജോയ് പോത്തൂസിൻ്റെ 10 രൂപയ്ക്കാണ് കേട്ടോ എൻജോയ് പോത്തൂസ് നമ്മൾ കൊടുക്കുന്നത്. അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് ഈ കാണിച്ചു തരുന്നത്. ഇതുണ്ട്, ഇതിനകത്തൊക്കെ ഞാൻ വേറെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടാണല്ലോ കൊടുക്കുന്നത്. പിന്നെ ഓരോ പ്ലാന്റ്സായിട്ട് എടുത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. 4 ലീഫ് 5 ലീഫ് സ്റ്റേജൊക്കെയാണ് പ്ലാന്റ്സിന് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ലീഫ് സ്റ്റേജ് മഞ്ജുള പൂത്തൂസായിട്ട് കൺഫ്യൂഷൻ വരാം. പക്ഷേ അതിൻ്റെ താഴത്തെ ലീഫ് നോക്കിയാൽ മതി, ആ കൺഫ്യൂഷൻ മാറിക്കോളും. ഇതൊക്കെ ഇപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ. നമ്മൾ 10 രൂപയ്ക്കാണ് ഇത് ആദ്യം തൊട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരിടയ്ക്ക് വെച്ച് നമ്മുടെ കയ്യിൽ കുറേ പ്ലാന്റ്സ് തീർന്നു പോയതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പറ്റാത്ത പ്ലാന്റ്സ് ആവശ്യത്തിന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണേ. 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് നമ്മളുടെ നിയോൺ പോത്തൂസാണ് കേട്ടോ. നിയോൺ പോത്തൂസ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ ഒരു പോത്തൂസ്. ഇതിൻ്റെ വേറെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളുടെ ഈ ഒരു ഡ്രസീന പ്ലാന്റ് ആണ് കേട്ടോ. ഡ്രസീന പ്ലാന്റിൻ്റെ പിങ്ക് കളറിലെ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ആ പ്ലാന്റിൻ്റെ താഴെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതാണ് ആ വേറൊരു ലീഫിൽ കണ്ടോ ഇങ്ങനെ കുത്തു പോലെ. അത് അതുകൊണ്ടാണുള്ളത്. പ്ലാന്റിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ആ പിങ്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത് പ്ലാന്റിൻ്റെ. ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത്. അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത്. ഇത് ആ നല്ല വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ഈ ഷെയ്ഡായിക്കോളും. നമ്മുടെ വീട്ടിലിപ്പോൾ എവിടെ വെച്ചാലും ഇതിന് അത്രയും അട്രാക്ഷൻ കിട്ടുന്നൊരു പ്ലാന്റാണ്. ഒരു റെഡിഷ് പിങ്കിഷ് കളറൊക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ കൊടുക്കുന്ന സൈസാണ് ഈ കാണിച്ചു തരുന്നത്. റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 5 രൂപയ്ക്കാണ് കേട്ടോ. 5 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് പോട്ട് നിറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയവർക്ക് നല്ല പോട്ട് നിറച്ച് ഒരു പ്ലാന്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് കുത്തി പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ ഫിലോഡെൻഡ്രോൺ ആണ്. ബ്രസീൽ ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല ഷെയ്ഡൊക്കെ വന്ന് വെച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് നമ്മൾ ഒരു പ്ലാന്റിൽ തന്നെ കുറച്ചധികം പ്ലാന്റ്സ് ഇങ്ങനെ കുത്തി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് കേട്ടോ കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ ഒരു 4 ലീഫ് 5 ലീഫ് സ്റ്റേജ് പ്ലാന്റ്സ് തന്നെയായിരിക്കട്ടെ ഇതിൻ്റെയും കൊടുക്കാനുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ ആ ലീഫ് സ്റ്റേജ് പറയുമ്പോൾ പിന്നെ ആ പോട്ടിൽ നിന്ന് കൊടുക്കുന്ന സൈസൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ ഇതുപോലെ ഗ്രീൻ കളറായിട്ടുള്ളൊരു ഫിലോഡെൻഡ്രോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഹാർട്ട്ലി ഫിലോഡെൻഡ്രോണായിട്ട് കുറച്ച് സാമ്യമുണ്ട്. അതിൻ്റെ ലീഫ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. പക്ഷേ ഹാർട്ട്ലി ഫിലോഡെൻഡ്രോണിൻ്റെ ഇത്രയും പോയിൻറ്റഡ് അല്ല. ഇത് ഞാൻ കുറേ ടവറായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ നോക്കിയാൽ നല്ല ഗ്ലേസിങ് ആയിട്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 10 രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്ത നമ്മുടെ ബ്ലാക്ക് ബാഡ് ഫ്ലവർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇപ്പോൾ ഇട്ടേക്കുന്ന ഫ്ലവറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഷെയ്ഡിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഷെയ്ഡിലായിരിക്കണം. പിന്നെ അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റുള്ള സ്ഥലമായിരിക്കണം. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
നമ്മൾ പുറത്ത് അത്യാവശ്യം തണലൊക്കെ ഉള്ള സ്ഥലത്ത് എപ്പോഴും വെള്ളം ഒഴിക്കാൻ പറ്റിയൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കരിയില എന്തെങ്കിലുമൊക്കെ ഇടുക, നനച്ച് കൊടുക്കുമ്പോൾ ആ ഒരു തണുപ്പ് നിന്നോളുമല്ലോ. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസൊക്കെയാണ് കേട്ടോ കാണിച്ച് വന്നിട്ടുള്ളത്. ഞാനങ്ങനെ ലാഗ് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്ലാന്റ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയാത്തത്. പക്ഷേ പലരും പറയുന്നുണ്ട് അത് ഒന്ന് പറയണമെന്ന് പറഞ്ഞാലാണ് ഞാൻ ജസ്റ്റ് സ്പീഡിൽ അങ്ങ് പറഞ്ഞു തീർത്തത്. ഇപ്പോൾ ഇതിൻ്റെ കൊടുക്കാനുള്ള സൈസ് ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് ഞാൻ അപ്രോക്സിമേറ്റ് കാണിച്ചു വന്നിട്ടുണ്ട്. ഈ സൈസ് പ്ലാന്റ്സൊക്കെയാണ്, ഇതെല്ലാം പ്രീമച്യൂർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കുഞ്ഞു പ്ലാന്റ്സ് അല്ല, എന്നാൽ വലിയ പ്ലാന്റ്സ് അല്ല. അപ്പോൾ ഏകദേശം സൈസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അടുത്തത് നമ്മുടെ സാറ്റിൻ പൂത്തൂസാണ് കേട്ടോ. സിൽവർ സാറ്റിൻ്റെ ഇതുപോലെ 2 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. സാറ്റിൻ ഒരുപാട് പേര് 10 പോത്തൂസ് റേറ്റ് ചോദിക്കാറുണ്ട്. പക്ഷേ മാർബിൾ പോത്തൂസ് തീർന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഏകദേശം ലീഫ് സ്റ്റേജ് ആണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. നിറച്ച് നമ്മൾ പ്രിപ്പറേഷൻ വെച്ചതൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ പെപ്പറോമിയ പ്ലാന്റ്സൊക്കെ ആവശ്യത്തിന് പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാന്റാണ്. ഞാനിത് പ്രൊപ്പഗേഷൻ ഒടിച്ച് കുത്താൻ വേണ്ടി ഇവിടെ വെച്ചിരുന്നതാണ്. നല്ല നീളം വെച്ച്, പെട്ടെന്ന് നീളം വെച്ച് പോകുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഹാങ്ങിങ് പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട്. ടവർ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് പറ്റിയ പ്ലാന്റ്സാണ് കേട്ടോ. ഇത് നമ്മളുടെ നിയോൺ പോത്തൂസാണ്. നിയോൺ പോത്തൂസിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വേറെ നിയോൺ പോത്തൂസ് മാത്രമായിട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് അപ്രോക്സിമേറ്റ് സൈസ് ഇതുമാണ് കേട്ടോ. 4 ലീഫ് 3 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കണത് തന്നെ കുറേ പ്ലാന്റ്സിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ. നമ്മുടെ പ്രൊപ്പഗേഷന് വെച്ചേക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മളുടെ പിങ്ക് കളറിലെ റിയോ പ്ലാന്റ് ആണ്. പിങ്ക് റിയോൻ്റെ ഏകദേശം ഞാൻ അപ്രോക്സിമേറ്റ് സൈസ് കാണിച്ചു തരാം. നല്ല ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 15 രൂപയ്ക്കാണ് കേട്ടോ ഇത്തവണ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ 20 രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തവണ നമ്മൾ കൊടുക്കുന്നത് വെറും 15 രൂപയ്ക്കാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഈ പ്ലാന്റ് വെക്കുമ്പോൾ നിങ്ങൾ തീരെ ഷെയ്ഡിലും വെക്കരുത്, നല്ല വെയിലത്തും വെക്കരുത് കേട്ടോ. ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലേ ഈ ഒരു ഭംഗി കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗ്രീൻ കളർ വെറൈറ്റി ഇപ്പോൾ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഗ്രീൻ കളർ വെറൈറ്റിയുടെ 10 രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റും നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായാലും ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാനായാലും ഒക്കെ അടിപൊളിയാണ്. ഹാങ്ങിങ് ആയിട്ട് ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷേ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. അടുത്ത നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ്. പിങ്ക് കളറിലെ സിങ്കോണിയാണ്. പിങ്ക് കളറിലെ സിങ്കോണി ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു, വലിയ പ്ലാന്റ്സ് തീർന്നു. അത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് ഈ പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെയാണ് ഈ കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്ലാന്റ് അല്ല കേട്ടോ, ഇതൊക്കെ മീഡിയം സൈസുള്ള പ്ലാന്റാണ്. നേരത്തെ കൊടുത്തിരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതൊക്കെ 25 രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നമ്മളുടെ വെള്ള കളറിലെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. വെള്ള കളറിലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇത്തവണ നമ്മൾ കൊടുക്കുന്നത് വെറും 30 രൂപയ്ക്കാണ് കേട്ടോ. 30 രൂപയ്ക്കാണ് നമ്മളത് ഏകദേശം ഈ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഇപ്പം മുട്ടിടുന്നുള്ള രീതിയിലുള്ള പ്ലാന്റ്സാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പ്ലാന്റാണ്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മൾ മെസ്സേജ് അയക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളറിലെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. അടുത്തത് നമ്മളുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് അല്ല, റിബൺ പ്ലാന്റ് ആണ് കേട്ടോ. റിബൺ പ്ലാന്റിൻ്റെ വലിയ ഹൈറ്റുള്ള വെറൈറ്റി ആണ് കേട്ടോ. ഈ പ്ലാന്റ് ഇത്തവണ നമ്മൾ കൊടുക്കുന്നത് വെറും 25 രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. ഇത് അധികം ഇങ്ങ് കാണാത്തൊരു റിബൺ പ്ലാന്റ് ആണ്. നമ്മൾ ചെറിയ റിബൺ പ്ലാന്റ് കാണത്തില്ലേ, അതിൻ്റെ ഹൈറ്റുള്ള വെറൈറ്റി. ഇത് നമുക്ക് കോർണറിലൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പോട്ട് നിറച്ച് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് കൂടാതെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അല്ലേ, അത് നമ്മൾ 10 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. സിംഗിൾ പ്ലാന്റാണ്, പക്ഷേ ഇത് കണ്ടോ നല്ല നിറഞ്ഞു നിൽക്കും. ഞാൻ ഇതിന് മുമ്പ് ലാസ്റ്റ് സ്പൈഡർ പ്ലാന്റ് ഇട്ടപ്പോൾ ഞാൻ കുഞ്ഞു തൈകൾ പൊടി പോലെ വരുന്നൊരു കവർ കാണിച്ചായിരുന്നു. ആ കവറാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ താഴെ കിഴങ്ങ് പോലത്തെ ഒരു സംഭവമില്ലേ, അത് മാത്രം ഇട്ട് വെച്ചതാണ്.
അതിട്ടിട്ടാണ് ഇതുപോലെ നിറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല അത്യാവശ്യം ലൈറ്റൊക്കെ ഉള്ള ഒരു സിറ്റ് ഔട്ടിലൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. 10 രൂപയ്ക്കാണ് എൻ്റെ സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്രൗൺ കളറിലൊരു പർപ്പിൾ കളറിലൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് വെയിലത്ത് വെക്കാനായിട്ട് ഏറ്റവും നല്ല പ്ലാന്റ്. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, വെയിലത്തൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടുള്ള 2 രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ടർട്ടിൽ വൈനാണ്. ടർട്ടിൽ വൈൻ്റെ കാലം ഏകദേശം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ടർട്ടിൽ വൈന് ആവശ്യക്കാർ ഒരുപാടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ 5 രൂപയ്ക്കാണ് ടർട്ടിൽ വൈൻ കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുണ്ട്. ഞാൻ ഈ പിടിച്ചേക്കണ ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ 5 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതൊരു മിനിമം ആണ് കേട്ടോ. അത് കുറഞ്ഞതൊരു 5-6 പ്ലാന്റോളം അതിനകത്ത് ഉണ്ടാകും. അറിയാമല്ലോ, നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെറുതെ മണ്ണിൽ മുട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് വേറെയില്ല. അടുത്തത് നമ്മളുടെ മോണ്ടോഗ്രാസിൻ്റെ മോണ്ടോഗ്രാസിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ വെറും 2 കവർ മാത്രമാണ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടിപ്പോയി കഴിഞ്ഞാൽ 8 പ്ലാന്റ്സേ ഉള്ളൂ ഇനി. അപ്പോൾ മോണ്ടോഗ്രാസ് നമ്മൾ നമ്മളിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. 7 രൂപയ്ക്കാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നത്. ഇതും പെട്ടെന്ന് ഇങ്ങനെ നിറഞ്ഞു വന്നോളും. ഇതുണ്ടോ, രണ്ട് ചെറിയ കവറിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടാണിത്. അപ്പോൾ നമ്മൾ വലിയ പോട്ടിൽ വെച്ച് പെട്ടെന്ന് നിറഞ്ഞു വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ്. ഇതിലേതെങ്കിലും പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.